ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഫോർത്ത് ഡേ അവസാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം അത്രമാത്രം കിടിലൊരു ഇന്നിങ്സാണ് നിലവിൽ ആകാശ് ദീപും ബൂംറയും കൂടി കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ രണ്ടുപേരുടെ പാർട്ട്ണർഷിപ്പും അതോടൊപ്പം തന്നെ ഇവർ കാണിക്കുന്ന ആ ഒരു പക്വതയും ടോപ്പ് ഓർഡറിൽ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബാറ്റിംഗ് ഓർഡർ കൂപ്പുകുത്തി പോകുമായിരുന്നില്ല. നിലവിൽ 252 എന്ന നിലയിൽ ആകാശ് ദീപും അതോടൊപ്പം തന്നെ ബൂംറയുമാണ് ക്രീസിലുള്ള ഡേ 4 എൻഡ് ചെയ്യുമ്പോൾ. ആൻഡ് ഫോളോ ഓൺ ഒഴിവാക്കിയത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് അതിനൊരു റിലീഫ് എന്നുള്ള രീതിയിൽ ആ ഒരു ബോൾഡ് സിക്സും കൂടെ കൊടുത്തിട്ടാണ്, ആ സിക്സ് എന്ന് പറയുന്നത് നല്ല റേഞ്ചുള്ളൊരു സിക്സും കൂടെ കൊടുത്തിട്ടാണ് ആകാശ് ദീപ് ഇന്നത്തെ മത്സരം നിർത്തുന്നത്. അവിടെ എന്തായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഫോളോ ഓൺ എങ്ങനെയെങ്കിലും എടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആ ഒരു ടൈറ്റ് ഫീൽഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് ആകാശ് ദീപ് ബൂംറ പാർട്ട്ണർഷിപ്പ് സഹായിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ജഡേജയുടെ ഇന്നിങ്സിനെ നമുക്ക് അവിടെ മറക്കാൻ പറ്റില്ല. കിടിലൊരു ഇന്നിങ്സ് ആയിരുന്നു ജഡേജയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ KL രാഹുൽ ജഡേജ ഇന്നിങ്സുകളാണ് ശരിക്കും ഇന്ത്യയുടെ ആ ഒരു സ്കോർ കാർഡിൽ ഇത്രയും റൺസ് വരാൻ വലിയ കാരണമായിട്ടുള്ളത്. വിച്ച് മീൻസ് ഒട്ടും ബാറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നില്ല ഈ ഒരു പിച്ചിലുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ അവിടെ സ്ട്രഗിൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്. രോഹിത് ശർമ്മയുടെ ഈ ഒരു പെർഫോമൻസ് വലിയ രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ ആ ഒരു ഫിഫ്ത്ത് സിക്സ്ത് സ്റ്റെമ്പിൽ പോകുന്ന ആ ലെവലിൽ പോകുന്ന ബോളുകളിലുള്ള ഔട്ടാവൽ ഒരു നെവർ എൻഡിങ് സാഗയായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതും വലിയ തിരിച്ചടി തന്നെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച്. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള രണ്ടുപേരുടെയും ആവറേജ് കണക്കെടുപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലാണ്. അത് എന്തായാലും എല്ലാവരും കണ്ടുണ്ടാവും. അതിലേക്ക് ഞാൻ കൂടുതൽ കാട് കയറി പോകുന്നില്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പരിധിവരെ ഈ ഒരു ഗെയിം സമനിലയിലാക്കാനുള്ള വലിയൊരു ചാൻസ് ആണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്. ആൻഡ് എന്തായാലും ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഒരിക്കലും 193 റൺസിന് ട്രയൽ വഴി 193 റൺസാണ് നിലവിൽ ഇന്ത്യ നിൽക്കുന്നത്. എന്തായാലും അത്രയും വലിയൊരു പാർട്ട്ണർഷിപ്പിലേക്കൊന്നും പോകില്ല എന്ന് നമുക്കറിയാം. എന്തായാലും ഇവർ കൂട്ടി വെക്കുന്ന ഓരോ റൺസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നാളെ മഴയുടെ സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇന്നിങ്സ് ഒന്നും അവിടെ കളിക്കാനും സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം സമനിലയിലാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു ആകാശ് ദീപ് ബൂംറ കൂട്ടുകെട്ടും അതോടൊപ്പം തന്നെ ജഡേജയുടെയും KL രാഹുലിൻ്റെയും ഇന്നിങ്സ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രോമാഞ്ചം തരുന്നൊരു കാര്യം തന്നെയായിരുന്നു ബൂംറ ആകാശ് കൂട്ടുകെട്ട്. വളരെ പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കളിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും അത്രയും നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒട്ടും തന്നെ മിസ്റ്റേക്കുകൾ ആകെ കൂടി ആകാശ് ദീപിന്റെ ഇൻസൈഡ് എഡ്ജിൽ ഒരു ബോൾ ഡിപ്പായി പോയതല്ലാതെ വേറൊരു വേസ്റ്റ് ഷോട്ടുകൾ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും മനോഹരമായിട്ടായിരുന്നു ഇവർ കളിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ആകാശ് ദീപിനെ കുറച്ചുകൂടി ഓർഡർ മുകളിലേക്ക് കയറ്റി വിടാം. ലൈക്ക് സിറാജ് റാഗിനെ ആ ഒരു പൊസിഷനിലൊക്കെ വേണമെങ്കിൽ പുള്ളിയെ കയറ്റി വിടാമെന്നാണെന്ന് തോന്നുന്നു. പുള്ളി ഡൊമസ്റ്റിക് കരിയറിലും പുള്ളി 18 ബോൾ 50 കൗണ്ടറിൽ എടുത്ത് പറയുന്നുണ്ടായിരുന്ന ആ ഒരു കാര്യം പുള്ളി കളിച്ചിട്ടുള്ളതാണ്. എന്തായാലും ബോളിംഗ് യൂണിറ്റും ബാറ്റിംഗ് യൂണിറ്റും ആകെപ്പാടെ തകർന്നിരിക്കുന്ന സമയത്ത് ഇത്തരം ഇന്നിങ്സുകൾ വളരെയധികം ആശ്വാസമേകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു മത്സരം സമനിലയിലാവാനുള്ള സാധ്യതയാണ് പെർസെൻറ്റേജ് കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലെറ്റ്സ് സീ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഡേ 4 എൻഡ് ചെയ്യുമ്പോൾ ഒരു സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. മത്സരം സമനിലയിലാവുമെന്നുള്ളത്, കൈവിട്ട് പോവില്ല എന്നുള്ളത്. സോ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ട് ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.